ഹായ്, ഹെയർ ഫോളിൽ നിന്ന് എല്ലാവരും കോമൺലി ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് PRP അല്ലെങ്കിൽ GFC. ഇത് രണ്ടും ഒന്നാണ്. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് നോക്കിയാലോ. രണ്ട് ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറുകളും പേഷ്യൻറ്റിൻ്റെ തന്നെ ബ്ലഡ് എടുത്ത് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകളാണ്. PRP അഥവാ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ. പേഷ്യൻ്റെ ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞ കോശങ്ങളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് സെൻട്രിഫ്യൂജ് ചെയ്ത് സ്കാൽപ്പിലെ സ്കിന്നിൽ ഇഞ്ചെക്ട് ചെയ്യുന്നതാണ് PRP. പ്ലേറ്റ്ലെറ്റിനകത്ത് മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്. GFC എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ്. പേഷ്യൻ്റെ ബ്ലഡ് എടുക്കുന്ന ആ ട്യൂബിലെ ഒരു മോളിക്യൂള് ബ്ലഡിനകത്തുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സിനെ റിലീസ് ചെയ്യിപ്പിച്ച് ആ ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് ആണ് നമ്മൾ സ്കാൽപ്പിൽ ഇഞ്ചെക്ട് ചെയ്യുന്നത്. PRPയിൽ പ്ലേറ്റ്ലെറ്റ് ഡയറക്ട്ലി ഇഞ്ചെക്ട് ചെയ്യുന്നു. GFCയിൽ പ്ലേറ്റ്ലെറ്റിനകത്തെ ഗ്രോത്ത് ഫാക്ടേഴ്സിനെ റിലീസ് ചെയ്യിച്ച് ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് ഇഞ്ചെക്ട് ചെയ്യുന്നു. സോ GFCയിൽ നമുക്ക് എന്താണ് അഡ്വാൻറ്റേജ് ഉള്ളത്? ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടെ ഇഫക്റ്റീവ് ആണ്. അതുപോലെ തന്നെ കുറച്ചുകൂടെ ഏർലിയർ റിസൾട്ട് ആണ്. നമ്പർ ഓഫ് സിറ്റിംഗ്സും PRP വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ GFCക്ക് കുറവ് നമ്പർ ഓഫ് സിറ്റിംഗ്സ് മതി. അതുപോലെ തന്നെ പ്രൊസീജിയറിന്റെ പെയിൻ കമ്പയർ ചെയ്യുമ്പോൾ PRPയിൽ നമ്മൾ സെൽസ് ഡയറക്ട്ലി ഇഞ്ചെക്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടെ പെയിൻഫുൾ പ്രൊസീജിയർ ആണ്. പക്ഷേ GFC ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് ഉള്ള ഒരു തിൻ ലിക്വിഡ് ആയതുകൊണ്ട് ലെസ് പെയിൻഫുൾ പ്രൊസീജിയർ ആണ് GFC. പെയിൻഫുൾ എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ രണ്ട് പ്രൊസീജിയറും ഇൻസുലിൻ സിറിഞ്ച് വെച്ച് അത്രയും ചെറിയ നീഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത്. സോ വളരെ ചെറിയ ഒരു പ്രിക്കിംഗ് സെൻസേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. വലിയൊരു പെയിൻഫുൾ പ്രൊസീജിയർ അല്ല PRP ആണെങ്കിലും GFC ആണെങ്കിലും.